തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5. KSTA ജില്ലാ സമ്മേളനം നടന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോടും പൊതുവിദ്യാഭ്യാസ മേഖലയോടും കാണിക്കുന്ന അവഗണനയും വിവേചനവും അവസാനിപ്പിക്കണമെന്ന് കോതമംഗലത്ത് നടന്ന കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ കുടിശ്ശികയ്ക്ക് പുറമെ ഈ സാമ്പത്തിക വർഷം സമഗ്ര ശിക്ഷ കേരളയ്ക്ക് അനുവദിക്കേണ്ട 513 കോടിയിൽ 1 രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനവും സഹായ ഉപകരണ വിതരണവും വിവിധ പരിശീലനങ്ങളും ഗ്രാന്റുകളും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും മുടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതി വിധി അനുസരിച്ച് സ്ഥിരപ്പെടുത്തൽ നടത്തുക, ശമ്പള വർധന, വിവിധ ആനുകൂല്യങ്ങൾ എന്നിവ അനുവദിക്കുക, PMC പദ്ധതി വഴി കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജിൽബി ജോസഫ്, ശാലിനി ചന്ദ്രൻ, സബീന ജോസ് എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംഘടനയുടെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് സൈമൺ ബ്രിട്ടോ അനുസ്മരണം സംസ്ഥാന സെക്രട്ടറി എൽദോ ജോൺ നിർവഹിച്ചു. KSTA സംസ്ഥാന സമിതി അംഗം ഡാൽമിയ തങ്കപ്പൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T അബൂബക്കർ, KRDA സംസ്ഥാന സമിതി അംഗം പളനിസ്വാമി, ലിമി ഡാൻ, സ്മിത ജോർജ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെസിയമ്മ ആന്റണി സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി PG ലേഖ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ജിലി P ജോയ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജിൽബി ജോസഫ് പ്രസിഡന്റ്, ശാലിനി ചന്ദ്രൻ, സ്മിത ജോർജ് വൈസ് പ്രസിഡന്റ്, PG ലേഖ സെക്രട്ടറി, സബീന ജോസ്, ഷീജ ദാമോദരൻ ജോയിന്റ് സെക്രട്ടറിമാർ, ജിലി P ജോയ് ട്രഷറർ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.